ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് കരുണയെ കാണാനായിട്ട് സമ്മാനവുമായി ഉണ്ണി എത്തുന്നു. പക്ഷേ ആ സമ്മാനം ഒന്ന് തുറന്നു പോലും നോക്കാൻ നിൽക്കാതെ ഉണ്ണിയെ അങ്ങേയറ്റം കൊച്ചാക്കി സംസാരിച്ച് ആക്ഷേപിച്ച് ഇറക്കി വിടുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. പിന്നീട് മഞ്ജു സാഗറിന് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ പിക്ചേഴ്സ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഇത് കരുണേട്ടത്തിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെന്നും ഉണ്ണിയേട്ടനും കരുണേട്ടത്തിയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് അവർക്ക് ഇതെല്ലാം കണ്ടാൽ സഹിക്കാൻ കഴിയില്ല. പിന്നെ ഉണ്ണിയേട്ടൻ്റെ മുകളിലാണ് ഇപ്പോൾ എന്നെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും അവർക്കറിയില്ല. അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു സാഗറിനോട്. തുടർന്ന് ഇനി ഏട്ടത്തിയെയും ഏട്ടനെയും പോയി കാണണമെന്നുണ്ട് എന്ന് മഞ്ജു പറയുമ്പോൾ ഇനി ലക്ഷ്മി ഏട്ടത്തിയെ കാണാൻ ചെല്ലുമ്പോൾ പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് വേണം പോകാൻ എന്ന് സാഗര പറയുമ്പോൾ എന്നെ കണ്ടപ്പോൾ എനിക്ക് വിശേഷമൊന്നും ആയില്ലേ എന്ന് ലക്ഷ്മിയേട്ടത്തി ചോദിച്ചു എന്ന് മഞ്ജു പറയുന്നതും ഒരു കുഞ്ഞിനെ ലാളിക്കാനൊക്കെ എനിക്കും കൊതിയുണ്ടെന്ന് സാഗര പറയുമ്പോൾ ഇപ്പോൾ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ, നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. പിന്നീട് പ്രതാപനോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളുടെ കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും ചെയ്യണം പ്രതാപ്. ഇപ്പോഴത്തെ ചോരത്തിളപ്പിൽ മോളെ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. വീണ്ടും പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് കരുണയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മോള് ഉണ്ണിമോൻ കൊണ്ടുവന്ന സമ്മാനം പോലും ഇതുവരെ തുറന്നു നോക്കിയില്ലല്ലോ, അവൻ മോൾക്കായി വാങ്ങിക്കൊണ്ട് വന്നതല്ലേ എന്നെല്ലാം പറയുമ്പോൾ ഒരു ഉണ്ണിമോൻ വല്ല വില കുറഞ്ഞ ഫാൻസി ആഭരണങ്ങളും ആയിരിക്കും അയാൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക എന്നെല്ലാം പുച്ഛത്തോടെ സംസാരിക്കുകയാണ് കരുണ. തുടർന്ന് മുത്തശ്ശി ആ സമ്മാനം എടുത്ത് തുറന്നു നോക്കുന്നു. അപ്പോൾ അതിൽ ആ ബോക്സിൽ നല്ലൊരു ആഭരണം കാണുന്നതും ഇത് ഫാൻസി ഒന്നും അല്ല മോളെ, നല്ല ഒന്നാന്തര ആഭരണമാണ്, ഇതിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും കൂടി സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട വഴിക്ക് കരുണ പറയുന്നുണ്ട്, ഇത് അയാൾ വാങ്ങിയതൊന്നും ആയിരിക്കില്ല, അയാൾ അത്രയ്ക്ക് പിശുക്കനാണ്, ഇത് അയാളും അവരും കൂടി അയാളുടെ കയ്യിൽ കൊടുത്തു വിട്ടതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് കേട്ടോ. തുടർന്ന് ആ ബോക്സിൽ എഴുതിയിരിക്കുന്ന ജ്വല്ലറിയുടെ പേരും നോക്കുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് അയാൾ വാങ്ങി തന്നതാണെന്നും പറഞ്ഞ് പറ്റിച്ചു, ഇത്തവണയും എൻ്റെ കണ്ണിൽ പൊടിയിടാനാണെന്നാണ് അയാൾ കരുതിയിരിക്കുന്നത്, ഇത് ഞാൻ ഇന്നത്തോടെ തീർത്തു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരുണ കലിതുള്ളിക്കൊണ്ട് കമലേശ്വരത്ത് എത്തുന്നു. അപ്പോൾ കരുണയെ കാണുമ്പോൾ തന്നെ ദുർഗ പറയുന്നുണ്ട്, മോള് വരുമെന്ന് എനിക്കറിയാമായിരുന്നു, ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും എല്ലാം മറന്ന് പരസ്പരം ഒത്തൊരുമയോടെ ജീവിക്കണം എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഇവിടെ കയറി താമസിക്കാനൊന്നും അല്ല ഞാൻ വന്നത്, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആളെ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. ഇതേ സമയം ഉണ്ണിയും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ കരുണയെന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ അയാളും അവരും കൂടി വാങ്ങി തന്ന ആഭരണം സമ്മാനിച്ച് എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാണ് കരുണയെന്ന് പറയുന്നത്, അത് ഞാൻ കാശ് മുടക്കി നിനക്ക് വേണ്ടി വാങ്ങിയ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. ഇതേ സമയം കണ്ണനും മഹാലക്ഷ്മിയും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ ഒരു ബഹളം എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി നാടകം കളിച്ച് എന്നെ പറ്റിക്കാമെന്ന് നോക്കണ്ട, താനും ഇവളും കൂടി ഇയാളുടെ കയ്യിൽ കൊടുത്തുവിട്ട ആഭരണം ഇയാളുടെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അത് ഇവൻ നിനക്ക് വേണ്ടി വാങ്ങി തന്നതിൻ്റെ സമ്മാനമായിരിക്കും, എനിക്കോ മഹിക്കോ ഇതിൽ മനസ്സറിവും ഇല്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ആ സ്വർണ്ണ കടയുടെ പരിസരത്തു കൂടെ പോലും ഇയാൾ പോയി കാണില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കനമുള്ള ഒരു നെക്ലസ് വാങ്ങിയത്, ഇനി ഇത്തരം നാടകവുമായിട്ട് എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ മോളെ ഇതവൻ മോൾക്ക് വേണ്ടി വാങ്ങിയതാണെന്നെല്ലാം ദുർഗ പറഞ്ഞ് കരുണയെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മോൻ വാങ്ങി തന്ന ആഭരണം അമ്മ തന്നെ ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ആ സമ്മാനം അവിടെ വലിച്ചെറിഞ്ഞ് കലിതുള്ളിക്കൊണ്ട് കമലേശ്വരത്തിൻ്റെ പടിയിറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട് കണ്ണനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്, കരുണയുടെ അഹങ്കാരം കണ്ട് മഹി വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരുണ അവിടെ നിന്ന് പോയതിന് ശേഷം അന്ന് അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങി തന്ന ആഭരണമാണ് നീ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തത്, അന്ന് അത് അവൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു സീൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ എങ്കിലും ഉണ്ടാകുമായിരുന്നു, ഇവരറിയിക്കും അവളെ, ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരവസരവും നിങ്ങളുടെ ഭാര്യ പാഴാക്കിയില്ലല്ലോ എന്നെല്ലാം ഉണ്ണി മഹിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ നീ വെറുതെ മഹിയെ കുറ്റപ്പെടുത്തേണ്ട ഉണ്ണി, എന്നും അനിയത്തിയുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ചേച്ചിയാണ് ഇയാളെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് താൻ പാടോ നല്ലത് ചെയ്താലും ഇവരെല്ലാത്തരും കുറ്റം മാത്രമേ കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹിയെയും കൂട്ടി പോകുന്നു. ശേഷം മഹി കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, ഇനി കരുണയും ഉണ്ണിയും തമ്മിൽ ഒരിക്കലും യോജിച്ച് പോയില്ലെന്നാണ് കണ്ണേട്ട എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ നമുക്കതിലൊന്നും ചെയ്യാനില്ല മഹി,
ഈ സമയത്ത് താൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. തൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിലായിരിക്കണം തൻ്റെ ശ്രദ്ധ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ മഹിയോട്. പിന്നീട് ഉണ്ണിയും ദുർഗയും വീണ്ടും മഹിയെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഉണ്ണിമോൻ്റെയും കരുണമോളുടെയും ജീവിതം ഈ രീതിയിലാകാൻ കാരണം നീ ഒറ്റ ഒരുത്തിയാണ്. ഇനി മഞ്ജുവിനെ ഉണ്ണിക്ക് മുകളിൽ കമ്പനിയിൽ നിയമിച്ചു. ഇനി അതും കൂടി കരുണമോൾ അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഡിവോഴ്സിലെത്തും എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണല്ലോ. ഇവർക്കോ നല്ലൊരു ദാമ്പത്യ ജീവിതമൊന്നുമില്ല. അപ്പോൾ മറ്റുള്ളവർക്കും അത് ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ കണ്ണുകടിയാണ് ഇവർക്ക് എന്ന് ഉണ്ണിയും പറയുമ്പോൾ നിങ്ങളൊക്കെ എന്തിനാ കരുണയ്ക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ നിങ്ങളുടെ ഭർത്താവിനെയും ഉണ്ണി നിൻ്റെ അച്ഛനെയും ടിപ്പറിടിപ്പിച്ചു കൊന്നത് കരുണയുടെ അച്ഛനാണ്. നിങ്ങളെയൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ പ്രതാപൻ അത്രയ്ക്ക് ക്രൂരനായ ഒരു അച്ഛൻ്റെ മകളാണ് അവൾ. പിന്നെ അവൾ എങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നെല്ലാം തൻ്റെ മനസ്സിൽ സൂക്ഷിച്ച ആ ഒരു സത്യം ഇതവണ മഹി അവരുടെ നേരെ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല, കണ്ണേട്ടനോട് പോലും. പക്ഷേ ഇപ്പോൾ സഹി കെട്ടിട്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ന്യായീകരിക്കുന്നത്, അവർ ശരിയാണോ എന്നുള്ള കാര്യം സ്വയം ചിന്തിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യം വെട്ടിത്തുറന്ന് പറയുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. അപ്പോൾ മഹി പറയുന്നത് കേട്ട് ദുർഗയും ഉണ്ണിയും ആണെങ്കിൽ ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.